ഹായ് മക്കളെ, എല്ലാവരും നീറ്റിന്റെ പുറകിലായിരിക്കും അല്ലെ? ഇപ്പൊ സുപ്രീം കോടതിയിലായാലും പിന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളായാലും എല്ലാവരും ഈ ഒരു നീറ്റിന്റെ ഒരു എന്താ പറയുക പ്രശ്നത്തിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് അതിനെ എന്ത് ചെയ്യുക, അതിനൊരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു എന്താ പറയുക സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനും വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഇപ്പൊ ബീഹാറിലായാലും ഗുജറാത്തിലായാലും പല ഇൻസിഡന്റുകൾ, നമുക്ക് 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണ്. അതേപോലെ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് അറിയില്ലെങ്കിൽ പ്രശ്നമില്ല, ഉത്തരം ഒഴിവാക്കിയിട്ടാൽ മതി, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി കുറെ ക്രമക്കേടുകളാണ് നമ്മളെ മുന്നിലേക്ക് വന്നത്. ഇപ്പൊ ഇന്ന് ഈ 9 വിദ്യാർത്ഥികളെ കൂടി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് ബീഹാറിൽ. അപ്പൊ അവരിൽ നിന്നൊക്കെ പുതിയ എങ്ങനെയാണ് ഇത് നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ ജൂലൈ 8-ാം തീയതി സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുകയാണ്. ആ സമയത്ത് പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു റീനീറ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യതകളുണ്ട്, മുന്നിലുണ്ട്. അത് റീനീറ്റ് നടക്കുമെന്നോ നടക്കണമെന്ന് പ്രാർത്ഥിക്കുകയല്ല, അങ്ങനെ ഒന്ന് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരുങ്ങിയിരിക്കണം അതിലേക്ക്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 0.001% എങ്കിലും ക്രമക്കേടുകളോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ NTA അത് അംഗീകരിക്കണമെന്നും ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നുമാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ കേന്ദ്ര ഗവൺമെന്റിനോട് അതിനുള്ള ഒരു ഉത്തരവ് നൽകാനൊക്കെ എന്തായിട്ടുള്ള കോടതിയിൽ നിന്ന് ഒരു ലൈറ്റ് മോഡിലെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അത് 8-ാം തീയതി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഭീകരാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ റീനീറ്റിലേക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ റീനീറ്റ് വന്നാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അതിനെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്. മാനസികമായിട്ട് ആ റീനീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ചു വെക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഇനി കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്, അതിലൂടെ എന്ത് ചെയ്യുക, എങ്ങനെ കൗൺസിലിംഗ് ചെയ്യണം, കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം, ഓരോ റൗണ്ടുകളിൽ എങ്ങനെ നമ്മൾ കയറണം, ഏതൊക്കെ കോളേജുകളുടെ പ്രയോറിറ്റിയാണ് നമ്മൾ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ധാരണ ഉണ്ടാക്കി വെക്കുക. ഈ 2 കാര്യങ്ങളും, അതായത് റീനീറ്റ് വന്നു കഴിഞ്ഞാലും അതേപോലെ കൗൺസിലിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും 2 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്യുപ്ഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് ഇനീഷ്യലി നിങ്ങളോട് പറയാനുള്ളത്. കൂടാതെ ഇനി റീനീറ്റ് വന്നു കഴിഞ്ഞാൽ, റീനീറ്റിനുള്ള ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ വരാതിരിക്കാൻ നമുക്ക് വേണ്ടത്, വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാന്, ഒരു ഏകദേശം നമുക്കറിയാം. ഇപ്പൊ ലാസ്റ്റില് ഈ 23rd പുതിയ കുട്ടികൾക്ക് ഒരു എക്സാമിന്, അതായത് 1563 എന്താ പറയുക ഗ്രേസ് മാർക്ക് കൊടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തിട്ടുള്ളത്, ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏകദേശം ഒരു 20 ഡേയ്സിന്റെ അടുത്ത് അവർക്ക് എന്തെങ്കിലും ടൈം. അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് റീനീറ്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശം 20 to 30 നമുക്ക് എന്ത് ചെയ്യാം, ഡേയ്സ് പരിഗണനയിൽ വെക്കാം. ആ ഒരു ഡേയ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് വേണ്ടിയുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം, നിങ്ങളെ കയ്യിൽ വേണം നിർബന്ധമായിട്ട്. ഇനി അതൊരു കോച്ചിങ് സെന്ററുകൾ പോകുന്ന കുട്ടികളാണെങ്കിൽ അവിടെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു പ്ലാൻ അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്നിരുന്ന് പഠിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ ബാക്ക് കാണുന്ന ഒരു ഷെഡ്യൂളൊക്കെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റീനീറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഓരോ ഡേയ്സിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതിൽ എക്സാമുകൾ ഉണ്ടാവും, നമ്മളെ ക്ലാസ്സുകൾ ഉണ്ടാവും, അതേപോലെ റിവിഷൻ പ്ലാനുകൾ ഉണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട്, ഡെയിലി എക്സാംസ് ഉണ്ട്, അതേപോലെ മോഡൽ എക്സാംസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാൻ, 30 ഡേയ്സിന്റെ ഒരു പ്ലാനാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇതിന്റെ പോക്ക്, അല്ലെ റീനീറ്റിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആശ്രയിച്ചായിരിക്കും നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ വിദ്യാർത്ഥികളും നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഷെഡ്യൂൾ തരുന്നതാണ്. അതേപോലെ നമ്മളുടെ വിദ്യാർത്ഥികൾ ഇവിടെ നമ്മളെ ക്യാമ്പസ് വെച്ചുകൊണ്ട് അവർക്ക് ഫുൾ റിവിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും എന്ത് ചെയ്യുക, കുറെ പേരെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷെ കുറഞ്ഞ പേരൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അലോ ചെയ്യുന്നതുമാണ്. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മളുടെ ഒരു പ്ലാനിങ്. റീനീറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യുക, ഉറപ്പിച്ചു വെക്കുക, അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ കൊണ്ടുപോകുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലിംഗ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം, ഈ 2 കാര്യങ്ങളിലാണ് വിദ്യാർത്ഥികൾ നന്നായിട്ട് ശ്രദ്ധ പുലർത്തേണ്ടത്. അതേപോലെ നിങ്ങളുടെ ബുക്കുകളോ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കുക. അവിടെ എന്താ ഇതാർക്കെങ്കിലും കൊടുക്കാനോ അതായത് ബുക്കുകൾ മാറ്റി വെക്കാനോ ശ്രദ്ധിക്കരുത്. അത് ഇപ്പൊ കുറച്ചുകൂടി എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുക. എന്നിട്ട് എക്സാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തേക്ക് പെട്ടെന്ന് ഷെഡ്യൂളൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും. അപ്പൊ ആ ഷെഡ്യൂൾ വെച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഷെഡ്യൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഒരു 25 ഡേയ്സിന്റെ സ്റ്റഡിയും ഒരു 5 ഡേയ്സ് നമുക്ക് മോഡൽ എക്സാം ആണ് ഉണ്ടാവുക. ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഓരോ ഡേയ്സ് 1 to 5 ഡേയ്സ് അങ്ങനെ ഓരോ ഡേയ്സിന് എന്താ പറയാ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഓരോ ഡേയ്സിലും ഏതൊക്കെ
ചാപ്റ്റേഴ്സ് പഠിക്കണം, ആ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഡെയിലി എക്സാംസ് ഉണ്ടാവും. അതേപോലെ വീക്ക്ലി 1 ഡേ ഞായറാഴ്ചകളുടെ അവധി, ആ അവധിയുള്ള ദിവസം നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ എക്സാമുകൾ അല്ലെങ്കിൽ വീക്ക്ലി എക്സാമുകളായിട്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഈ രീതിയിൽ നല്ലൊരു പ്ലാനിങ് ആയിട്ട് നമ്മൾ ഓൾറെഡി എക്യുപ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഒരു പേടിയും പേടിക്കേണ്ട, നമുക്ക് ധൈര്യമായിട്ട് ഇനി റീനീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിടാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഒരു നല്ല നീറ്റ് ആശംസിക്കുകയാണ്. അത് 2 രീതിയിലാണ്, ഒന്നെങ്കിൽ റീനീറ്റ് ആയിട്ട്, അതല്ലെങ്കിൽ കൗൺസിലിംഗിലൂടെ. രണ്ടായാലും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജുകളിൽ നിങ്ങളുടെ റാങ്ക് അടിസ്ഥാനത്തിൽ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.